സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ആ മക്കയിലുണ്ടായിരുന്ന അന്നത്തെ അറബികൾ അവർ തിന്മകളുടെ വിവിധ മുഖങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്ന ഷിർക്കിൻ്റേതായിട്ടുള്ള ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ആ വിഷയങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി അവരെ പഠിപ്പിച്ചപ്പോൾ അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നവനാണ് എന്ന് ചിത്രീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ ഭിന്നതകൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് മുഹമ്മദ് നബിയല്ല. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി പഠിപ്പിച്ച ആശയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കക്ഷികളായിട്ട് അവർ മാറിയതാണ് യഥാർത്ഥ ചരിത്രം. ആ വിഷയത്തെക്കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന വിഷയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ സംസാരിക്കുന്നത്. അന്നത്തെ അറബികൾ അവർ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളായിരുന്നു. അധാർമികമായ പ്രവർത്തികൾ അവർക്കിടയിൽ സാർവത്രികമായിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മതത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് വാചികമായി പറയുകയും, എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വസിച്ച ആ അള്ളാഹുവിൽ അവർ ശരിയായ രൂപത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തിയ പരലോകത്തിലും അവർ ശരിയായ നിലക്ക് വിശ്വസിച്ചിരുന്നില്ല. പകരം അവർ അതിനെല്ലാം എതിരായി പറഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്ത് അൻആമിലെ 29-ാമത്തെ സൂക്തത്തിൽ അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഐഹിക ജീവിതമല്ലാതെ യാതൊന്നുമില്ല, ഞങ്ങൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ അഭയം പ്രാപിച്ചു. ഈ ഒരു വിഷയത്തെ തിരുത്താൻ ശ്രമിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അവർ ചോദിച്ചു എന്നാണ്. സൂറത്ത് സ്വാദിലെ 5-ാമത്തെ സൂക്തത്തിൽ നമുക്കിങ്ങനെ കാണാം. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബുൻ. ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും ഇത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയെന്ന്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ബുദ്ധിയും യുക്തിയുമൊക്കെ വിട്ട് ദേഹേച്ഛകളെ മാത്രം പിന്തുടർന്നാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം. അജ്ഞാനകാലത്തെ അറബികൾ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കവിതയിലും സംസാരത്തിലുമൊക്കെ ലോകത്തെ വിസ്മയിപ്പിച്ച ആളുകളാണ് അവർ. പക്ഷേ അവർ അവരുടെ ബുദ്ധിയെ അല്ല, ദേഹേച്ഛകളെ ആയിരുന്നു അവർ പിൻപറ്റിയിരുന്നത്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഈ വക ചോദ്യം അവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായിരുന്നു. അവരുടെ മനസ്സിൽ എന്തിനോടെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും അവരുടെ നിയമം. എന്തിനോടെങ്കിലും അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും അവരുടെ നീതി. സ്വഭാവത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത, വാക്കുകളിൽ ഒരു മാന്യതയുമില്ലാത്ത, പ്രവർത്തികളിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത തീർത്തും മോശപ്പെട്ട ഒരു ജനത. പിശാച് അവരുടെ മനസ്സിൽ ഇതെല്ലാം വലിയ അലങ്കാരമായി തോന്നിപ്പിച്ചു.